കായൽക്കരയിലെ രഹസ്യം പാർട്ട് 1. മ്യൂസിയം റോഡിലുള്ള ശ്രീ കേശവമേനോന്റെ പഴയ ബംഗ്ലാവ്. ഒരു നേർത്ത ഡിസംബർ പ്രഭാതം. അന്തരീക്ഷത്തിൽ കനത്ത മൂടൽമഞ്ഞും കട്ടൻ കാപ്പിയുടെ നേരിയ ഗന്ധവും തങ്ങി നിന്നു. ഞാൻ എന്റെ സുഹൃത്തും പ്രശസ്ത ഡിറ്റക്റ്റീവുമായ ശ്രീധരൻ നായർക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട സിഗരറ്റിൽ നിന്ന് പുകയെടുത്ത് കേരള കൗമുദി ദിനപത്രത്തിലെ വാർത്തകളിലേക്ക് കണ്ണോടിച്ചു. സതീശ, ഈ കായൽക്കരയിലെ സംഭവം കണ്ടോ? ശ്രീധരൻ നായർ പത്രം എന്റെ നേർക്ക് നീക്കി. വാർത്ത ഇതായിരുന്നു: കൊല്ലം കായലിന്റെ തീരത്ത് പ്രശസ്ത രത്നവ്യാപാരി ഗോവിന്ദന്റെ മൃതദേഹം കണ്ടെത്തി. മോഷണശ്രമം നടന്നിട്ടില്ല, കഴുത്തിൽ നേരിയ ചതവുകൾ മാത്രം. 4 ദിവസമായി ആരും ഇത് ഒരു ദുരൂഹതയായി കാണുന്നില്ല. പോലീസ് ഇതൊരു ഹൃദയാഘാതമായി തള്ളിക്കളഞ്ഞു, ശ്രീധരൻ നായർ പറഞ്ഞു. എന്നാൽ പത്രത്തിലെ ഈ ചെറിയ ചിത്രം ശ്രദ്ധിക്കൂ. അദ്ദേഹം പേനയുടെ അറ്റം കൊണ്ട് മൃതദേഹത്തിന്റെ ചിത്രത്തിൽ സൂക്ഷ്മമായി ചൂണ്ടി. മരിച്ചത് കായൽക്കരയിലാണെങ്കിലും ഇദ്ദേഹത്തിന്റെ കാലുകൾ മണ്ണ് പുരളാതെ വൃത്തിയായി ഇരിക്കുന്നു. എങ്ങനെ?